ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സോയാബോൾ കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഗരം മസാലയും ചേർത്ത് ഇളക്കി വെച്ചതിനകത്തോട്ട് തക്കാളിയും സവാളയും കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം. അതിനകത്തോട്ട് സോയാബോളും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഈ സോയാബോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഈ മിക്സ് ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. വരണ്ട് വരുമ്പോഴത്തേക്കും ഇത് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ മസാലകളൊക്കെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും ഒരു തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാബോളും ഇതിനകത്തോട്ട് തട്ടിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം തോന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനുള്ള. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. ഞാനത് ദോശയുടെ കൂടെയാണ് കഴിച്ച് നോക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.